ഷൂട്ടിന്റെ തിരക്കിലായിരിക്കോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ ഷൂട്ടിലാണെങ്കിൽ ബുദ്ധിമുട്ടാവത്തില്ലേ? ഷോ, ഇതെന്താ പറ്റിയേ? രാവിലെ മുതലേ കണ്ണൊക്കെ അങ്ങ് മങ്ങലിക്കുവാണല്ലോ. ഓ, എന്തൊക്കെയൊരു പൊറുതിക്കേട്. ഛർദിക്കാനൊക്കെ തോന്നാ. എന്തായിരിക്കും? ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചത് പറ്റില്ലേ? എന്തേ, സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോന്നോ? ഞാൻ ഇപ്പൊ ആർക്കി സാറിനെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ ആർക്കി സാറിനെ കൺമുന്നിൽ കണ്ടപ്പോ ഞാനങ്ങ് അന്തം വിട്ടു. അത് ശരി. അല്ല ആർക്കി സാറല്ലേ പറഞ്ഞേ ഇന്ന് എന്തേലും ഷൂട്ട് ചെയ്യത്തില്ല, നാളെ ആവുന്നേ. പിന്നെന്തേ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങോട്ട്? ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചേ. പക്ഷെ എന്താന്നറിയത്തില്ല, ഈ വട്ടം നേരത്തെ തന്നെ ഷൂട്ട് കഴിഞ്ഞു. അതാ ഷൂട്ട് കഴിഞ്ഞ കൈയോടെ ഞാൻ ഇങ്ങ് പോന്നേ. ഇതാവുമ്പം ആരും ശല്യം ഇല്ലാണ്ട് എനിക്ക് എന്റെ മധുവിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാലോ. കാര്യായിട്ട് മധു, ഞാൻ വന്നതേ എന്തായാലും വീട്ടിൽ നിന്നാ ഒരിടത്തും പോവാൻ പറ്റത്തില്ല. പോയി വരുവാണെങ്കിൽ സമാധാനവും കിട്ടത്തില്ല. ഇതാവുമ്പം ഇവിടെയല്ലേ, നമ്മൾ പുറത്തു പോണേന് ആർക്കും ഒരു എതിർപ്പ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടേ നീ വേഗം റെഡിയാവ്, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. അയ്യോ, അതൊന്നും വേണ്ട ആർക്കി സർ. എന്താന്നറിയില്ല, രാവിലെ മുതലേ നല്ല ക്ഷീണുണ്ട്. അതുകൊണ്ട് കുറച്ചേരം കിടന്ന് റെസ്റ്റ് എടുത്താ മതിയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം പോവാം. എന്താ മധു പെട്ടെന്ന്? എന്തെങ്കിലും വയ്യായി കണ്ടോ? ഡോക്ടറെ കാണിക്കാൻ പോവാന്നാല്? ഹേയ്, അതൊന്നും വേണ്ട ആർക്കി സർ. ഇന്നലെ കഴിച്ചതെന്തോ ശരീരത്തിന് പറ്റിയില്ലാന്ന് തോന്നുന്നേ. മോർണിംഗ് എണീറ്റപ്പോ മുതലേ 3 വട്ടം വൊമിറ്റ് ചെയ്തു. ഞാനാണെങ്കിൽ ചെറുനാരങ്ങ കലക്കി കുറച്ച് ഉപ്പിട്ടിട്ട് കുടിച്ചായിരുന്നു. അങ്ങനെ കുടിച്ചാ ഛർദി നിൽക്കുന്ന പറഞ്ഞേ. പിന്നെ ക്ഷീണവും കുറയത്രേ. അത് കുടിച്ചിട്ടിരിക്കുവാ. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ മാറാ മതിയാവും. ഇങ്ങനൊന്നും വെച്ചോണ്ടിരിക്കില്ല മധു. ഇനിയിപ്പോ വേറെ വലുതാണെങ്കിലോ? നീ വാ, എന്തായാലും ഞാൻ ഫ്രീ അല്ലേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാം. വേണ്ടെന്നല്ല, വേഗം പോയി റെഡി ആവാൻ നോക്ക്. ഞാനേ താഴെ തിരിപ്പുണ്ടാവും. ഒരു 10 മിനിറ്റ് അതിന്റെ ഉള്ളില് നീ റെഡി ആയിട്ട് വരണം, കേട്ടല്ലോ? ചെല്ലു മധു, വേഗം റെഡി ആയിട്ട് വാട്ടോ. ഞങ്ങൾ ഇറങ്ങുവാട്ടോ. ഓ ശരി മക്കളെ, നോക്കി പോട്ടോ. പിന്നെ ഡോക്ടറിനെ കാണിക്കുമ്പോ എല്ലാ ബുദ്ധിമുട്ടും ഒന്ന് പറഞ്ഞേക്കേണ്ടി കേട്ടോ, മടിച്ചു നിക്കണ്ടേ. ശരി അമ്മേ. എന്നാ ഓക്കെ ആന്റി, ഞങ്ങള് ഇറങ്ങുവാട്ടോ. ഓക്കെ മക്കളെ. ചെല്ലു മക്കളെ. അമ്മേ, ഞാനില്ലെന്ന് കരുതി നേരത്തിന് ഭക്ഷണം കഴിക്കാണ്ടൊന്നിരിക്കരുത് കേട്ടോ. നേരത്തിന് ഭക്ഷണം കഴിക്കണേ. മക്കളെ, അമ്മ കഴിച്ചോളാം. പിന്നെ നേരത്തിന് മെഡിസിനും കഴിച്ചോണ്ടിട്ടോ. ആടാ മക്കളെ, ചെല്ലേ, മക്കൾക്ക് നേരായില്ലേ? മോനെ ആർക്കേ മധുനെ കൊണ്ടോയിക്കോ. അല്ലാന്നുണ്ടെങ്കിലേ അവള് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഇവിടുന്ന് പോരത്തുണ്ടാവില്ല. ഇപ്പൊ തന്നെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട്. നീ വേഗം കൊണ്ടോയിക്കോ, വെറുതെ അവളെ കരയിപ്പിക്കണ്ട. ഓക്കെ ആന്റി, ഒഴിവ് കിട്ടുമ്പം ഞങ്ങൾ വരാട്ടോ. ശരി മക്കളെ. അമ്മ ബൈ. ബൈഡാ, നോക്കി പോട്ടോ. മധു വാ. എന്താ മധു ഒന്നും മിണ്ടാതെ വരുന്നേ? എന്തു പറ്റി? അമ്മനെ വിട്ടിട്ട് വരുന്നതിന്റെ വിഷമാണോ? അങ്ങനെ വേണമെങ്കിലും പറയാം. എന്താ അറിയില്ല, ഇന്നത്തെ ദിവസം രാവിലെ എണീച്ചപ്പോ മുതലേ എന്തൊക്കെയോ സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് ഫീൽ ചെയ്യുന്ന പോലെ. ആഹാ, ഇത് കൊള്ളാലോ. മധുരവും എരിവും ഒരുമിച്ച് വെക്കുന്ന ഫീലോ? ഇത് കൊള്ളാം. എന്നാൽ എന്റെ മധു, നീ ഇന്നലെ അങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചേ ഇങ്ങനെ വയ്യാതാവാൻ മാത്രം? അതാ സർ, എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ഇന്നലെ ഹെവി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നോർമൽ ആയിട്ടുള്ള ദോശയും ഇഡലിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമാണ്. ഇതുവരെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താന്നാ എനിക്ക് മനസ്സിലാവാത്തെ. എന്തായാലും വേണ്ടില്ല, ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ. ഡോക്ടറിനോട് എന്താ റീസൺ എന്ന് ചോദിച്ചു നോക്കാം. അതാവുമ്പം അടുത്ത വട്ടം ആവർത്തിക്കാതിരിക്കാലോ. എന്റെ കൃഷ്ണ, എനിക്ക് ചുറ്റും ഇതെന്താ നടക്കുന്നേ? രാവിലെ എണീച്ചപ്പോ മുതല് എന്തെന്നറിയാത്ത ഒരു സന്തോഷം. അതിന്റെ കൂടെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒന്ന് എന്നിൽ നിന്ന് അകലുന്ന പോലെ ഒരു തോന്നല്. രണ്ടും കൂടെ കൂടിയിട്ട് സന്തോഷിക്കണോ സങ്കടപ്പെടണോന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്താ മധു എന്തെങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല സർ. ഹോസ്പിറ്റലെത്തി, അവിടെ പാർക്ക് ചെയ്യാട്ടോ. ഓക്കേ സർ. ഹായ് ഡോക്ടർ. ഹലോ, ഇതാരെ? ആർക്കെയോ? കണ്ടിട്ട് എത്രയായി ആർക്കേ? അല്ല, അമ്മക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നല്ലാതെ, അമ്മയ്ക്ക് എന്താ, അമ്മ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഡോക്ടർ, ഇതാ മധു, എന്റെ വൈഫാ. ഓ, ആർക്കേ മധുബാലൻ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവോ? എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അല്ല ആർക്കേ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ആർക്കാ വയ്യായിക? നിനക്കോ അതോ മധുനോ? അത് പിന്നെ ഡോക്ടർ, മധുനാ. ഓ അല്ല, എന്തു പറ്റിയതാ? അത് പിന്നെ ഇന്നലെ കഴിച്ച ഫുഡ് പറ്റാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല. രാവിലെ മുതല്
3-4 വട്ടം വൊമിറ്റ് ചെയ്തെന്നാ പറഞ്ഞേ. പിന്നെ ചെറിയ തോതില് തലകർക്കൊക്കെ ഉണ്ട് പോലും. അതാ ഇനിയിപ്പോ വെച്ച് താമസിക്കണ്ടല്ലോ കരുതി ഞാനിങ്ങ് കൊണ്ടുവന്നേ. അത് ശരി. അല്ല മധു, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല ഡോക്ടർ, വോമിറ്റിംഗും ചെറുതായിട്ട് തലചുറ്റലേ ഉള്ളൂ. ആണല്ലേ? എന്നാ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം, എന്താന്ന് അറിയണല്ലോ. ആർക്കേ, എന്നാ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞവരെ നീ പുറത്ത് വെയിറ്റ് ചെയ്തോട്ടോ. ആ ഓക്കെ ഡോക്ടർ. മധു, ഞാനേ പുറത്ത് വെയിറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേ. ഓക്കേ സർ. അതോ ദേ ഈ ബെഡിലൊന്ന് നിവർന്ന് കിടന്നേ. ഓക്കേ ഡോക്ടർ. മധു പതുക്കെ എണീച്ചോട്ടോ. ഓക്കേ ഡോക്ടർ. ചെക്കപ്പ് കഴിഞ്ഞോ ഡോക്ടർ? ഓ, ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞട്ടോ. സിസ്റ്റർ, പുറത്തുള്ള ആർക്കിനോട് ഒന്ന് അകത്തേക്ക് വരാൻ പറഞ്ഞേ. ഓക്കേ ഡോക്ടർ. ഡോക്ടർ, എന്തുകൊണ്ടാ അങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വരുന്നേ? കഴിച്ചത് എന്തെങ്കിലും പറ്റാഞ്ഞിട്ടാണോ? ഓ, പറയാം. ആർക്കും കൂടെ വരട്ടെ, എന്നിട്ട് പറയാട്ടോ. ഓക്കേ ഡോക്ടർ. എന്തായി ഡോക്ടർ, ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? എന്താ മധു പറഞ്ഞ പോലെ ഫുഡ് എന്തെങ്കിലും പറ്റാത്തോണ്ടായിരുന്നോ? ഓ, അതൊന്നും അല്ലെന്നേ. അയ്യോ, പിന്നെന്താ ഡോക്ടർ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണോ? ഓ, ഇന്റെ ആർക്കേ, മധുവിന് ഒരു കുഴപ്പമില്ല. ഷീസ് ഓൾ റൈറ്റ്. പിന്നെ എന്തുകൊണ്ടാ മാം ഇങ്ങനെ സംഭവിച്ചേ? അതൊന്നും പറയാനുള്ള സമയം ആർക്കും എനിക്ക് തരണ്ടേ, പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ഓ സോറി ഡോക്ടർ. ഇനി ഡോക്ടർ പറ, എന്താ പറ്റിയേ? ഓ, അത് വേറൊന്നുമല്ല ആർക്കേ, ജൂനിയർ ആർക്കേ ഓർ മധു, ഇതിലെ ആരോപിച്ച പണിയാ. എന്താ ഡോക്ടർ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ആഹാ, ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് മധു പ്രഗ്നന്റ് ആണ്. അതിന്റെ സിംറ്റംസാ ഈ കാണുന്ന ഛർദിയും തലചുറ്റലൊക്കെ. എന്താ ഡോക്ടർ പറയുന്നേ? നേരാണോ? ആർക്കേ, നീ ഒരു അച്ഛനാവാൻ പോവാ. യാ മധു, നീ ഒരു അമ്മയാകാൻ പോവാ. എങ്ങനെ നോക്കിയാലും ബേബിക്ക് ഒരു 2 മന്തിന്റെ ഗ്രോത്ത് ഉണ്ട്. എന്നാ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ റിസൾട്ടിന്റെ പേപ്പർ കൊടുത്തേക്കാം. ഓക്കേ ഡോക്ടർ. മധു, നീ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? നമ്മള് പേരൻസ് ആവാൻ പോവാന്ന്. ഐ ആം റിയലി സർപ്രൈസ്ഡ് മധു. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല.